ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതാണ് അവസ്ഥ. പതുക്കെ ഫോണില് റേഞ്ച് ഉണ്ടാടി? ഞാൻ നോക്കൂല. അത് ഞാൻ ഒന്നും ചെയ്യൂലെങ്കിൽ. ഹലോ ഹായ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇതാണ് അവസ്ഥ എന്ന് തോന്നുന്നു. ഇന്നിപ്പം മേക്കപ്പ് ഉണ്ട്, മേക്കപ്പിന് പോകണം. അപ്പം നമുക്ക് 2 മേക്കപ്പ് ആദ്യം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുച്ചെന്തൂർ പോകണം. തിരുച്ചെന്തൂരാണ് നമുക്ക് വർക്കുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ധന്യയുടെ വീട്ടിലോട്ടാണ് പോണത്. നല്ല പെരുമഴ, ഇങ്ങനെ മഴ പെയ്യുന്ന ഒട്ടും പ്രതീക്ഷിച്ചല്ല. അങ്ങനെ ധന്യയുടെ വീട്ടിലോട്ട് പോകണം. ധന്യയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി എടുക്കാനൊക്കെ ഉണ്ട്. അത് എന്നിട്ട് ഗ്രൂമിൻ്റെ വീട്ടിലോട്ട് പോകണം. മേക്കപ്പിന് വേണ്ടിയിട്ട് ഗ്രൂമിൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫുള്ള് യാത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് പോവാം കേട്ടോ. നല്ല മഴയുണ്ട്. സത്യത്തിൽ ഈ യാത്ര പോയിട്ട് കുറച്ച് ദിവസമായി. കടയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ പോയതായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. കാരണം തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അതിനൊക്കെയുള്ള സമയം കിട്ടണ്ടേ, എഡിറ്റ് ചെയ്യാനുള്ള സമയം. ഈ ഒരു വർക്കിന് പോയത്, അതായത് തഞ്ചാവൂരത്തെ കല്യാണത്തിന് പോയത്, കുറേ തടസ്സങ്ങൾ നേരിട്ടിട്ടാണ്. ആദ്യം നമ്മളെ ബ്രൈഡ് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ബുക്ക് ചെയ്യണത്. കറക്റ്റ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബുക്കിങ് ചെയ്തിട്ടില്ല ഇങ്ങനെ പറയുന്നത്. ബുക്കിങ് ഞാൻ പറയുന്നത് കുഴപ്പമില്ല. ഡേറ്റിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഡേറ്റ് എടുത്തു, രണ്ടാമത്തെ ഡേറ്റ് എടുത്തു. പിന്നെ ബ്രൈഡിന് ആദ്യം ലീവ് ഇല്ലായിരുന്നു, പിന്നെ ലീവ് കിട്ടി. പിന്നെ ഗ്രൂമിൻ്റെ ഭാഗത്തു നിന്നുള്ള ലീവ് കിട്ടിയില്ല, പിന്നീടാണ് കിട്ടിയത്. പിന്നെ അതായത് നമ്മൾ പറഞ്ഞ ഡേറ്റിൻ്റെ തലേ ദിവസമാണോ പറഞ്ഞ ഡേറ്റിൻ്റെ തലേ ദിവസം ആൾ പറയുന്നു ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നു. കാരണം ഗ്രൂം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. എൻ്റെ പിന്നെ ആകെ ഫുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. എന്നിരുന്നാലും നമ്മളെ ബുക്ക് ചെയ്തത് നമ്മളെ നമ്മൾ ചെല്ലും എന്ന് പറഞ്ഞ് വിശ്വസിച്ചാണ് നമ്മളെ വർക്കിന് വിളിച്ചിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ കറക്റ്റ് എന്തായാലും അവരുടെ മാരേജ് സമയത്ത് ആളെ ഒരുക്കാൻ നമ്മളവിടെ വേണം എന്ന് വിചാരിക്കുന്നു. എന്നായിരുന്നാലും കൺഫ്യൂഷൻസാണ്. ഇപ്പോൾ ആരുടെ ഭാഗത്ത് മിസ്റ്റേക്കോ എന്തോ ആയാലും കല്യാണമാണ്, നമ്മൾ കറക്റ്റിന് ഒരുക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. നമുക്ക് 2 റിസപ്ഷൻ മേക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ തഞ്ചാവൂർ പോകും. ഈ 2 വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തഞ്ചാവൂരോട്ടായിരിക്കും. തിരിച്ച് നമ്മൾ വീട്ടിലോട്ടൊന്നും കയറുന്നില്ല, കാരണം ടൈം വളരെ കുറവാണ്. റിസപ്ഷൻ മേക്കപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തിരി താമസിച്ചത്. അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമ്മൾ ഇറങ്ങിയേനെ. ഉച്ച കണക്കാക്കിയൊക്കെ നമ്മൾ ഇറങ്ങിയത്. നോക്കിയപ്പോൾ പതിവില്ലാതെ ഭയങ്കര മഴ. തലേ ദിവസം വരെ നല്ല അട്ടിപ്പൊളി വെയിലായിരുന്നു. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരം. അങ്ങനത്തെ വെയിൽ ഉദിച്ച് നിൽക്കവേ പിറ്റേ ദിവസം എൻ്റെ പൊന്നി ഇത് എവിടെ നിന്ന് ഈ മഴ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് തടസ്സങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ ഒരു റിസപ്ഷൻ മേക്കപ്പിന് വന്നതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ബ്രൈഡും ഗ്രൂമും എത്തിയ സമയമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മേക്കപ്പ് കഴിഞ്ഞിട്ട് വേണേൽ ഞങ്ങൾക്ക് യാത്ര തിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫുള്ള് ടെൻഷനിലായിരുന്നു. കാരണം ഇവിടെ ഗ്രൂമും ഈ പറയുമ്പോൾ ബ്രൈഡും എത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ച് അന്തം വിട്ട് ഓടി വന്നതാണ്. ഭാഗ്യം ഞാൻ എത്തി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഗ്രൂമായാലും ബ്രൈഡായാലും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബ്രൈഡിനേക്കാളും കുറച്ചും കൂടെ നമ്മളോട് ഭയങ്കര കെയറിങ് ആയിട്ടുള്ളത് ഗ്രൂമായിരുന്നു. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആൾ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ സമയമായി കാണൂല, പിന്നെയും സമയം ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഇതുവരെ ഇറങ്ങാറായില്ലേ, എത്ര നേരമോ എല്ലാവരും വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ തരും കേട്ടോ. അങ്ങനെ ഞാനും തന്നെ റിസപ്ഷൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ലെൻസ് കൂടെ വാങ്ങണമായിരുന്നു. ലെൻസ് കളേഴ്സ് ഉണ്ട്, എന്നിരുന്നാലും നമുക്ക് 2 പേർക്ക് ലെൻസൊക്കെ ഇത്തിരി സ്റ്റോക്ക് ഉള്ളതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ലെൻസ് അനുസരിച്ച് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ലെൻസൊക്കെ വാങ്ങിച്ചതിന് ശേഷം ചായയും മടിയും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. സ്നാക്സ് എന്തെങ്കിലും നമ്മൾ 11:30-12 മണിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോഴും ചെറിയ രീതിയിൽ നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര മഴയായിരുന്നു. തഞ്ചാവൂർ പോകാൻ മാപ്പ് ഇട്ടിരുന്ന സമയത്ത് 2 വഴി നമുക്ക് ഓപ്ഷനിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വഴി പോകാം, അതായത് കാര്യേറ്റ് ആ റൂട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു റൂട്ട് കിടന്നിരുന്നത് നമ്മൾ ട്രിവാൻഡ്രം റൂട്ടാണ്. അപ്പോൾ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വന്നത് കാര്യേറ്റോട്ടാണേ. കാര്യേറ്റ് വഴി പോകാമെന്ന്. എന്നിട്ട് മാപ്പിൽ
ആ കാര്യമായിട്ട് എന്നുള്ള റൂട്ട് കാണിക്കുന്നില്ല. രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ണണ്ണൻ്റെ മൊബൈലിൽ. പിന്നീട് ആ മാപ്പ് കാണിക്കാത്തത് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പേടിയായി, എന്തിന് കൂടുതൽ റിസ്ക് എടുക്കണം. അപ്പോൾ മാപ്പ് ഉള്ള വഴിയെ തന്നെ നമുക്ക് പോവാം എന്നായി. നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉച്ചയ്ക്കൊക്കെയാണ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഓക്കെ സെറ്റാണ്, നമുക്ക് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താം. പക്ഷേ സമയമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ ടാസ്ക്കാണ്, അതും അറിഞ്ഞൂടാത്തൊരു റൂട്ട്. അങ്ങനെയാണ് വിചാരിച്ചത് നമ്മൾ ഈ തെങ്കാശി അതുവഴിയൊക്കെ അങ്ങ് പോവാം, വിഷ്വൽസ് വല്ലതും കാണുകയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ വിചാരിച്ച് വേണ്ട, നമ്മൾ എത്താനുള്ളത് അവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് തിരിച്ച് നമ്മൾ റിട്ടേൺ വരുന്ന സമയത്ത് നമുക്ക് തെങ്കാശി വഴിയൊക്കെ വരാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യമായിട്ട് പകുതി വരെ വന്ന് നിൽക്കുകയാണ്. പിന്നെയാണ്, പകുതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നെയാണ് വിചാരിച്ചത് വേണ്ട, പ്ലാൻ മാറ്റാൻ നമുക്ക് പോവാമെന്ന്. എനിക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു 5-6 ദിവസം വർക്കൊന്നും ഇല്ലാതിരുന്നിട്ടാണ്, ഒരാഴ്ചയോളം വർക്ക് ഇല്ലാതിരുന്നിട്ടാണ് നമ്മൾ വർക്കിന് ഇറങ്ങുന്നത്. ഭയങ്കര മടിയായിരുന്നു എനിക്കായാലും ധന്യക്കാണെങ്കിലും. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ധന്യയ്ക്കും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു കാരണത്ത്, എന്തോ പോലെ ബോറ് പോലെ, അയ്യോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോകണമല്ലോ, ഇത്രയും ദൂരം പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിറുകുറുക്കുന്നുണ്ടായിരുന്നു. പോകണ്ടായിരുന്നു. പ്രധാനമായിട്ടും മോനുടെ വീട്ടിൽ നിൽക്കുന്നതാണ് മനസ്സിനകത്ത്. കാരണം രാത്രി ഇങ്ങനെ കാണാതെ നിൽക്കണം, പിറ്റേ ദിവസം രാത്രി വരാൻ പറ്റത്തുള്ളൂ. ഭയങ്കര വിഷമം കേട്ടോ. പിന്നെ ഇത് നമ്മളെ പ്രൊഫഷണലാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ലോങ് പോയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ടയേർഡാവും കേട്ടോ. ഞാനൊക്കെ അങ്ങനെയാണ്, ഞാനായാലും തന്നെയായാലും അങ്ങനെയാണ്. പിറ്റേ ഒരു ഹാഫ് ഡേ എങ്കിലും പിന്നെ ഒരു ക്ഷീണം കാണും, നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും. പിന്നെ ഷോപ്പിലൊക്കെ കയറാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കവെയാണ്. അതുകൂടാതെ തന്നെ ഷോപ്പിൻ്റെ കാര്യങ്ങളുമായിട്ട് കുറച്ച് ടെൻഷനിലൊക്കെ ആയി. ഈ യാത്ര പോകുന്ന സമയത്ത് ഷോപ്പിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല, അവരങ്ങനെ ചെയ്തോളും. എന്നിരുന്നാലും കുറേ ദിവസം കൊണ്ട് ഞാൻ കൂടെ നിന്നാണ് കേട്ടോ വർക്കൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ 8ൻ്റെ പണി കിട്ടും, അതുകൊണ്ടാണ് കൂടെ നിന്നിരുന്നത്. അങ്ങനെ ഷോപ്പിൻ്റെ ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഷോപ്പിൻ്റെ പണി നടക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോവുകയാണ്, നോക്കി ചെയ്യണം. അപ്പോൾ അത് അവരങ്ങ് ചെയ്തോളും, കുഴപ്പമില്ല. എന്നിരുന്നാലും എനിക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ ആരാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെന്ന് പറയേണ്ടി വരും. അനാവശ്യമായിട്ട് ടെൻഷനായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ നെടുമങ്ങാട് വഴിയാണ് കയറിയത്. പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൊക്കെ ഒരു പോസ്റ്റിൽ ലൈറ്റ് പോലും ഇല്ലായിരുന്നു കേട്ടോ. നെടുമങ്ങാടല്ല, കുറച്ചും കൂടെ ഉള്ളിലോട്ടായിരുന്നു, ലൈറ്റ് പോലും ഇല്ലായിരുന്നു. മെയിനായിട്ട് ആൾക്കാർ പറയാറുണ്ട് രാത്രികളിൽ ദൂരയാത്ര പാടില്ല എന്നുള്ളത്. സത്യമായിട്ടാണ് തോന്നിയത് കേട്ടോ. നമ്മളുടെ തിരുവനന്തപുരം എറണാകുളം റൂട്ടോ തൃശ്ശൂർ റൂട്ടോ ഒന്നും ആയിരുന്നില്ല, ഇത് കുറച്ച് ഉള്ളിലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറ്റാക്കൂരി ഇരുട്ടായിരുന്നു. ഇവിടെയല്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു. നല്ല ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ കാണാൻ പറ്റാത്ത ഇരുട്ട്. ആ ഇരുട്ടിൽ ഞാനും ധന്യയും ഭയങ്കരമായിട്ട് അങ്ങ് സൈലൻ്റായി, ടെൻഷനായി, നെഞ്ചൊക്കെ പടപടാ ഇടിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ചിരിക്കുന്ന കണ്ടിട്ട് കണ്ണണ്ണനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പതറിപ്പോയിട്ടുണ്ടാവും. അത്രയ്ക്ക് പേടിച്ചു പോയി. കാരണം ഒരു പോസ്റ്റിൽ പോലും ഒരു വെട്ടമില്ലായിരുന്നു. അപ്പോഴേ ഏട്ടൻ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത സമയത്താണ് പറയണത് ഈ തമിഴ്നാട്ടിലോട്ടൊക്കെ പോകുന്ന റൂട്ട് ഭയങ്കര ഇരുട്ടാണ്, അവിടേക്ക് ഇങ്ങനെ തന്നെയാണെന്ന്. പക്ഷേ എനിക്കറിഞ്ഞുകൂടെയായിരുന്നു കേട്ടോ, സത്യം പറയാതെ എനിക്ക് ഒട്ടും അറിഞ്ഞുകൂടെയായിരുന്നു ആ റൂട്ടെല്ലാം ഇങ്ങനെ ഇത്രയും വലിയൊരു ഭീകരാന്തരീക്ഷം ഉള്ള ഏരിയ ആണെന്ന്. കാരണം അത്രയ്ക്ക് നമ്മൾ പേടിച്ചു. പിന്നെ നമ്മൾ പകൽ സമയത്താണ് എത്തിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ശരിക്കും അങ്ങ് വിഷമിച്ചു പോയത്. പകലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വിഷ്വൽസൊക്കെ എടുക്കാമായിരുന്നേ, കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നേനെ. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളായിപ്പോയതുകൊണ്ടാണ് ഇരുട്ടിയിട്ട് വണ്ടി ഓടിക്കേണ്ടി വന്നത്. 4-4.5 മണിക്കൂറാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് അല്ലെങ്കിൽ വെഞ്ഞാറമൂടുന്ന് നമുക്ക് ഈ പറയും പോലെ തിരുച്ചെന്തൂർ യാത്ര മാപ്പിൽ നോക്കിയപ്പോൾ കിടക്കണ കണ്ടത്. ശരിക്കും ഞാൻ ആ യാത്ര കണ്ടപ്പോഴത്തേക്കും എൻ്റെ പൊന്നി ഇത്രയും നേരം ഇരുന്ന് വണ്ടിയിലിരുന്ന് പുഴുക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈലൊക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് റേഞ്ച് കിട്ടത്തില്ല. എനിക്ക് ഭയങ്കര പാടാണ് കേട്ടോ ഇത്രയും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വർക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അന്നം ആണല്ലോ നമ്മൾ തട്ടിക്കളയുന്നത്. പിന്നെ നമ്മൾ ഫുഡ് എവിടെ ഉണ്ട് എന്ന് നോക്കിയാണ് പോയത്. കാരണം കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലൊക്കെ ആയിപ്പോവും. പിന്നെ ആഹാരം കഴിക്കാനേ തോന്നത്തില്ല. എന്നാൽ പിന്നെ ചോദിക്കും തമിഴ്നാട് സ്റ്റൈലിലുള്ളവർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളവർ ആഹാരം കഴിക്കാതാണ് ഇരിക്കണേന്ന്. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ആഹാരം കഴിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ടേസ്റ്റ് പിടിക്കത്തില്ല എന്ന് ഉദ്ദേശിച്ചതാണേ. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറി. മലയാളികളുടെ കടയായിരിക്കും എന്ന് വിചാരിച്ച് കയറി. പക്ഷേ കുഴപ്പമില്ല, ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഒരു പീസ് 150, ഈ കട്ട് ചെയ്തേക്കണ ഒരു പീസ് 150. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരെണ്ണം മതി എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരെനിക്ക് വലിയ പിടുത്തമില്ല. ഇവർ അവിടെ നിന്ന് മീൻ പിടിക്കാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ആരോ കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെ കൂടെ ഒരു നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിൽ നല്ല ഡാർക്കായിരുന്നു കേട്ടോ. അതെന്തോ ഞങ്ങൾക്കൊരു ഇതായിരുന്നു. പക്ഷെ അറിയത്തില്ല എന്താ കാര്യമൊന്നും, നല്ല ഓയിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന എല്ലാ മീനുകളും ഫ്രഷ് മീനുകളാണ്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അവർ നമുക്ക് അകത്തോട്ട് തന്നെ വിളിച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് മീനുകളാണ്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പേര് വാഗമീൻ എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ സാമ്യം തോന്നുന്നത് ചേറുമീനുമായിട്ട് സാമ്യം തോന്നും കേട്ടോ. ഇതിനകത്ത് കുറേ മീനുകളോടൊപ്പം ഉണ്ടായിരുന്നു. ഏതാണ്ട് അതിലൊരു 15% ജീവനുള്ളതായിരുന്നു കേട്ടോ. അതിനെടുത്ത് പൊക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ചെകിൽ എങ്ങനെ അനങ്ങുന്നത് കാണാം, ഇളകുന്നത് കാണാമെന്ന് അനങ്ങുന്നത് കാണാം. ഞാൻ മീൻ എല്ലാ തലത്തിലുള്ള മീൻ കഴിക്കുമെങ്കിലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ. പിന്നെ തിന്നുമ്പോൾ ആ ഒരു വിഷമം തോന്നാറേ ഇല്ല. പിന്നെ ഇത് തലക്കറിയാണ് ഈ കിടന്ന് വേവുന്നത്. അപ്പോൾ കറി ഐറ്റംസും ഉണ്ട്, അല്ലാതെ ഫ്രൈ ഐറ്റംസും ഉണ്ട്, ചിക്കൻ്റെ ഐറ്റംസും ഉണ്ട്. ചിക്കൻ എനിക്ക് വേണ്ടാന്ന് ഞാൻ നിർബന്ധം പറയുമായിരുന്നു. ചിക്കൻ ശരിയാവത്തില്ല, എൻ്റെ വയറിന് ഒട്ടും ഓക്കെ ആവത്തില്ല. തലക്കറി ഇത് 2ാമത്തെ തലക്കറിയാണ് കേട്ടോ. അകത്ത് വേറെയും മീനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഓയിലിൻ്റെ ഒരു കാര്യം, അതാണ് ഈ കാണുന്നത്. എനിക്ക് ആ ഓയിൽ മാത്രം എനിക്ക് അത്രയും പിടിച്ചില്ല. ഇത് പ്ലാസ്റ്റിക് പൂവാണെന്ന് വിചാരിച്ച് ഞാൻ ചെന്നതാണ്. അപ്പോഴാണ് മനസ്സിലായത് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനലാണെന്ന്. ഇലയൊക്കെ ഞാൻ ഉള്ളി നോക്കി കേട്ടോ. പക്ഷെ അത് കാണുമ്പം നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. പ്ലാസ്റ്റിക് പൂവാണെന്നേ വിചാരിക്കത്തുള്ളൂ കേട്ടോ, ഒട്ടും വിചാരിക്കത്തില്ല ഇത് ഒറിജിനൽ ഫ്ലവർ ആണെന്ന്. ഇങ്ങനെ ഞാനും ധന്യയും കൂടെ, ധന്യയാണ് പറഞ്ഞത് ഇത് ഒറിജിനലാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതില്ലടി ഇത് പ്ലാസ്റ്റിക് പൂവാണെന്ന്. അങ്ങനെ ഞാനും അവളും കൂടെ തർക്കമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പോയി നോക്കിയത്. പക്ഷെ കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ചെറിയ രീതിയിൽ തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും. പിന്നെ ഈ മൊബൈലിൽ എഡിറ്റിംഗ് ഇല്ല എങ്കിലും മൊബൈൽ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അത്യാവശ്യ രീതിയിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു എങ്കിലും എൻ്റെ മൈൻഡിനകത്ത് ടെൻഷനായിരുന്നേ. കാരണം നമ്മൾ ആ ബ്രൈഡിൻ്റെ വർക്ക് ചെയ്ത് തീരുന്നത് വരെ എനിക്കൊരു ടെൻഷനാണ്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ. അതിന് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് തീരുന്നത് വരെ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു വർക്ക് എന്ന് പറയാൻ നമ്മൾ ഫുള്ള് കൺഫ്യൂഷൻ ആക്കിയ ഒരു വർക്കാണ്. കാരണം ഇറങ്ങണതിന് 1 മണിക്കൂർ മുമ്പും ഇറങ്ങുമെന്നൊരു പ്രതീക്ഷയില്ലാതിരുന്നൊരു വർക്കായിരുന്നു. കാരണം അവർക്ക് ഫ്ലൈറ്റ് കിട്ടുക അതിൻ്റെയൊക്കെ കുറേ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, എന്നിരുന്നാൽ കൂടിയും അവർക്ക് ലീവ് കിട്ടാത്തതും കാര്യങ്ങളൊക്കെയാണ്. ഓഫീസിൽ നിന്ന് ലീവ് കിട്ടാത്തതാണ്. അപ്പോൾ എയർപോർട്ടിലാണ് 2 പേര് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ടെൻഷനും ഉണ്ടായിരുന്നു വർക്ക് തീരുന്നത് വരെ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് റൈസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ബിരിയാണി അങ്ങനെ ഒന്നും വേണ്ടാന്ന്. അങ്ങനെ വിചാരിച്ചു കപ്പ വാങ്ങിക്കാമെന്ന്. പക്ഷേ കപ്പ മണ്ടത്തരമായിരുന്നു. കപ്പ ഞാനും തന്നെയും കൂടെ ഒന്നാണ് വാങ്ങിച്ചത്. കാരണം എവിടെ പോകണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, 2 പ്ലേറ്റ് വാങ്ങിക്കുക. ഒന്ന് അവൾക്കും ഒന്ന് എനിക്ക്, കണ്ണണ്ണൻ അങ്ങനെ വാങ്ങിക്കും. പക്ഷേ കണ്ണണ്ണൻ പിന്നെ അത് വേസ്റ്റാക്കാതെ കഴിക്കും. ഞങ്ങൾ 2 പേരും കണക്കാണ്, എന്തെങ്കിലും വേസ്റ്റാക്കിയിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു ദൃഢനിശ്ചയം എടുത്തത്. വേണ്ട, നമുക്ക് 1 പ്ലേറ്റ് മതി, ആദ്യം കഴിച്ചിട്ട് കൊള്ളാം, ഇഷ്ടപ്പെടണം, തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2ാമത് വാങ്ങിക്കാമെന്ന്. കാരണം നമ്മൾ കഴിച്ചിട്ട് ഏറ്റവും അവസാനം കണ്ണണ്ണനോട് പറയുമ്പോൾ കണ്ണണ്ണൻ നമ്മളെ ചീത്ത പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ പോരെയിരുന്നാണ്. കണ്ണണ്ണനൊക്കെ അത്യാവശ്യം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഞാനൊന്നും അതിൻ്റെ 7 അയലകത്ത് പോലും വരത്തില്ല. എപ്പോഴും ഞാൻ പറയും കണ്ണണ്ണനൊക്കെ എന്നെ കളിയാക്കിയൊക്കെ ചെയ്യും. ധന്യ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുള്ള രീതി തന്നെ. ഒരു ദിവസം നോക്കുകയും 2ാമത്തെ ദിവസം പോയി. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റം, ഫ്രൈ ആയിട്ടുള്ള ഐറ്റം വന്നു. എൻ്റെ പൊന്നേ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാമോ. അത് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളമൂറും. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പിച്ച് നമ്മുടെ വാക്കകത്തോട്ട് വയ്ക്കുമ്പം, നമ്മൾ നാവിൽ വയ്ക്കുമ്പോഴത്തേക്കും ഫ്രഷാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത്. അത്രയും ഫ്രഷാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ പറയും പോലെ ഫിഷിൻ്റെ കാര്യത്തിൽ കെട്ടതും കഴിച്ചിട്ടുണ്ട്, കെടാത്തതും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. പിന്നെയും വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരൊറ്റ മീനിൽ ആഗ്രഹം അങ്ങ് ഒതുക്കി കേട്ടോ. പിന്നെ കണ്ണട ഇങ്ങനെ ഗ്രേവിയുടെ കാര്യവും കൂടെ പറഞ്ഞിരുന്നു. ഫിഷിൻ്റെ ഗ്രേവി കഷ്ണമൊന്നുമില്ല, ഗ്രേവി മാത്രം, കുടംപുളിയൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, സെറ്റായിരുന്നു. പറയുമ്പോൾ ഇപ്പോഴും നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ചിക്കൻ്റെ ഗ്രേവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ല കറിയായിരുന്നു. പക്ഷേ അതിനേക്കാളും നമ്മുടെ ഫിഷിൻ്റെ ഗ്രേവി ആയിരുന്നു സെറ്റ് കേട്ടോ. സാധാരണ ഇങ്ങനെ പിടിക്കുന്ന മീനിനൊക്കെ ഒരു ചേറിൻ്റെ മണമൊക്കെ ഉണ്ടാവും.
അല്ലെങ്കിൽ ചെളിയുടെ മണം ഉണ്ടാവും. ഇതങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് പെട്രോൾ അടിച്ചാണ് വന്നത്. നമ്മൾ വരുന്ന വഴി പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം തമിഴ്നാട്ടിൽ പെട്രോളിന് റേറ്റ് കുറവാണ്. അപ്പോൾ ലോങ് യാത്ര പോകുന്നവരുണ്ടെങ്കിൽ കഴിവതും ഈ തമിഴ്നാട് അങ്ങനെയൊക്കെയുള്ള ഏരിയകളിലോട്ട് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പെട്രോൾ അടിക്കാൻ ശ്രമിക്കുക. പിന്നെ പെട്രോൾ പമ്പൊന്നും കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ പറയണ്ടല്ലോ, പെട്ടിരിക്കും. ഫോണിൽ റേഞ്ച് ഉണ്ടാടി? ഞാൻ നോക്കൂല. അത് ഞാൻ ഒന്നും ചെയ്യൂലെങ്കിൽ പേടിയാണോ? അല്ല, അതൊക്കെ മേലെ ഞാൻ ചിരിക്കണ ദൈവമേ. ശരിയാവൂല. വീടുകളൊന്നും ഇല്ലല്ലേ? അയ്യോ, ഒന്നും വിട്ടടില്ല. നീ മിണ്ടാരടി, ദൈവത്തിനറിയാം. ഒരു വെട്ടം കണ്ടു. ഓ, ബോർഡായിരുന്നു. എന്തെന്താ എഴുതിക്കണ? സുരുലക്കോട്, സുടുകാടുന്നെങ്ങനെയാണ്? സുരുലക്കോട് എന്ന് വെച്ചാ മെയിൻ റോഡായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ടെൻഷൻ വരില്ല. പോസ്റ്റിൽ ലൈറ്റ് കാണുന്നു. സത്യം പറയാലോ പിള്ളേരെ, ഉയരങ്ങ് കത്തി, ഉയരങ്ങ് മേപ്പോട്ട് പോയി. പേടിച്ചു പോയി. കൊടുങ്കാട് കണ്ടപ്പോ കറണ്ട് പോയി. ഞാൻ ചോദിച്ച റോഡ് കണ്ടെന്ന് കരുതിയാണ് നെഞ്ചത്ത് കൈവച്ചത്. പിന്നെ നെഞ്ച് പടപടാ ഇടിക്കുന്നു പിള്ളേര്. കേട്ടല്ലോ, ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ അവസ്ഥയെന്നുണ്ടായിരുന്നത്. പുറമേ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ധൈര്യശാലിയാണൊക്കെ, ചിരിച്ചൊക്കെ കളിച്ചൊക്കെ നിന്നാലും അത് 3 പേരുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടിയും പറയും. പക്ഷെ അകമേന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കിട്ടുകിട്ടാന്ന് പറയില്ലായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ആ രംഗങ്ങൾ ആലോചിക്കുമ്പോൾ പേടിയാണ്. ആ റൂട്ട് ഇനി നമ്മൾ രാത്രി പോകത്തില്ല, നിർത്തി. ഇനി പകലേ ആ റൂട്ട് പോകത്തുള്ളൂ. ഇത്രയ്ക്കും നമ്മൾ പേടിക്കാൻ കാരണം പിറകുന്ന് നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ ഒരു വണ്ടി പോലും വരണില്ല. പിറകുന്ന് ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ വിറയിൽ കൂടിയേനെ. കാരണം നമ്മളെ ഇനി ഫോളോ ചെയ്യുന്നവരാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് പോയേനെ കേട്ടോ. 1, 2, 3 വണ്ടികളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടായേനെ. അതൊന്നും ഇല്ലാതെ ഇരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയ്ക്ക് അങ്ങ് പതറിപ്പോയത്, ഇത്രയ്ക്ക് അങ്ങ് നെർവസ് ആയി പോയത്. ഇനി എന്തായാലും ഒരു ദൂരയാത്രയും രാത്രി യാത്ര ചെയ്ത് പോകില്ല എന്നങ്ങ് തീരുമാനിച്ചു കേട്ടോ. അതായത് ഇങ്ങനെയുള്ള സ്ഥലം അവിടെ എങ്ങനെ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം മോനോടനോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആൻറ്റി ഒരുക്കാൻ പോകുന്നു, വരാൻ താമസിക്കുന്നേ പറഞ്ഞോളൂ, പക്ഷെ രാത്രി ഞാൻ അവിടെ ഇല്ല എന്നൊന്നും പറയില്ല. എനിക്ക് അതൊക്കെയാണ് ഒരു വിഷമം കേട്ടോ. കാരണം അവനെ വിട്ട് അങ്ങനെ മാറി നിൽക്കാറില്ല. ഡെയിലി ഞാൻ എല്ലായിടവും പോവും, എടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ 6 മണി കഴിഞ്ഞാൽ നേരെ ഇരട്ടി കഴിഞ്ഞാൽ എനിക്ക് ചെറുക്കനെ കണ്ടില്ലേ പിന്നെ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിക്കുമ്പോഴത്തേക്കും അമ്മ പിന്നെ തെറി വിളിക്കും. നീ പിന്നെ ഇവിടെ ഇരുന്നാൽ പോരായിരുന്നാ, നീ എന്തിനു പോയതെന്ന് ചോദിക്കും. ശരിയാണ്. പക്ഷെ എനിക്ക് മനസ്സിനകത്തൊരു ടെൻഷൻ, ഇവനെ കാണാൻ പറ്റുന്നില്ലല്ലോ, ഇനിയിപ്പോൾ നാളെയല്ലേ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. ഇനിയിപ്പോൾ ഇന്ദിച്ചുണ്ട്, അവൻ്റെ വല്യച്ഛൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ വല്യച്ഛൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നിരുന്നാലും എനിക്ക് വിഷമമാണ് കേട്ടോ. ഞാൻ മോനൂട്ടൻ്റെ കാര്യം പറയുമ്പോൾ ധന്യ ശ്രീകുട്ടിയുടെ കാര്യം പറയേ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ യാത്ര ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഉറങ്ങും, ധന്യം ഉറങ്ങും എന്നാണ് വിചാരിച്ചത്. കണ്ണണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കണ്ണണ്ണ ഉറങ്ങരുതേ. അപ്പോൾ അതെൻ്റെ മൈൻഡിലിരിക്കണോണ്ട് അതോ ഞാൻ ചുമ്മാ ഇങ്ങനെയാണെന്ന് അലച്ച് പിന്നെ ധന്യ അതിനിടയ്ക്ക് 10-15 മിനിറ്റ് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് ആയപ്പോഴാണ് അവളൊന്നും ഉറങ്ങിയത്. പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അത് സെക്കൻഡ് പാർട്ടാക്കി ഇടാം. എല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ എവിടെയാണ് പോയത്, വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങൾ, ട്രാവൽ ചെയ്തതിൻ്റെത് എല്ലാം കൂടെ ഞാൻ അടുത്തൊരു വീഡിയോയിലാണ് കേട്ടോ ഫുള്ള് കാണിക്കുന്നത്. അപ്പോൾ അത് മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.